ഹായ്. ഇന്ന് നമ്മൾ എടുക്കുന്നത് നമ്മുടെ ചാപ്റ്റർ 3 ലോസ് ഓഫ് മോഷൻ. ഓക്കെ, ഈ ചാപ്റ്റർ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്? എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ്, എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ്, പിന്നെ അൺബാലൻസ്ഡ് ഫോഴ്സ്, മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, പിന്നെ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ, അങ്ങനെ അങ്ങനെ കുറച്ച് അധികം കാര്യങ്ങൾ ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നുണ്ട്. സോ വി ക്യാൻ മൂവ് ടു അവർ ചാപ്റ്റർ. ഓക്കെ, സോ ഫസ്റ്റ് വാട്ട് ഈസ് എ ഫോഴ്സ്? എന്താണ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? It is either a push or pull. Okay, simply we can define force as it is either a push or pull. ഈ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഫോഴ്സ് എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി. നമുക്കറിയാം ഫോഴ്സിന്റെ യൂണിറ്റ് എന്താടാ? ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. ഫോഴ്സിന്റെ യൂണിറ്റ് നമുക്കറിയാം ന്യൂട്ടൺ ആണ് അല്ലെ? ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റർ എൻ ആണ്. ഓക്കെ, ഇനി അടുത്തൊരു ടേം ആണ് റിസൾട്ടന്റ് ഫോഴ്സ്. എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ? ഒരു ഒബ്ജക്റ്റ് ഉണ്ട് അല്ലെ? ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിന് ഒബ്ജക്റ്റ് നമുക്ക് ഭംഗിയാക്കി വരക്കാം. ഓക്കെ, സോ ദിസ് ഈസ് എൻ ഒബ്ജക്റ്റ്. ഓക്കെ, ഈ ഒബ്ജക്റ്റിന് മുകളിൽ എന്ത് ചെയ്യുന്നുണ്ടടാ? ഇവിടുന്ന് ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടുന്ന് ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടുന്ന് ഒരു ഫോഴ്സ് ഉണ്ട്, ഇവിടുന്നൊക്കെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ F1, F2, then F3, F4. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഈ ഒബ്ജക്റ്റിന്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ്, ഓക്കെ, ടോട്ടൽ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? റിസൾട്ടന്റ് ഫോഴ്സ്. ടോട്ടൽ ഫോഴ്സ് നമ്മൾ പറയുന്ന പേരാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, സോ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ഒബ്ജക്ട്. നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് റിസൾട്ടന്റ് ഫോഴ്സ്. ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ. ഓക്കെ, സോ വി ക്യാൻ മൂവ് ടു നെക്സ്റ്റ് ടോപ്പിക്, റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, അടുത്തതാണ് ബാലൻസ്ഡ് ഫോഴ്സ്. ക്വസ്റ്റ്യൻ വരാം, വാട്ട് ഈസ് ബാലൻസ്ഡ് ഫോഴ്സ്? ഓക്കെ, എന്താണ് ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി ആർ സെറ്റ് ടു ബി ബാലൻസ്ഡ്. എപ്പോ? റിസൾട്ടന്റ് ഫോഴ്സ് 0 ആണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരാളെ റെസ്റ്റിൽ കൊണ്ടുവരാനോ കഴിയുകയില്ല. ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് ഇറ്റ് ക്യാൻ നെയ്തർ മൂവ് ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് ഓർ നോർ ചേഞ്ച് ദ ഡയറക്ഷൻ. ഓക്കെ, മൂവ് ചെയ്യുന്ന ഒരാളെ സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ റെസ്റ്റിൽ ഒരാളെ മൂവ് ചെയ്യിപ്പിക്കാനോ ആർക്ക് കഴിയില്ല? ബാലൻസ്ഡ് ഫോഴ്സിന് കഴിയില്ല. ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആണെങ്കിൽ അവിടെ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്തതാണ് അൺബാലൻസ്ഡ് ഫോഴ്സ്. എന്താണ് അൺബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ല. റിസൾട്ടന്റ് ഫോഴ്സ് 0 അല്ലെങ്കിൽ നമ്മൾ അതിനെ പറയുന്ന പേരാണ് എന്ത്? അൺബാലൻസ്ഡ് ഫോഴ്സ്. അപ്പൊ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ റെസ്റ്റിൽ കൊണ്ടുവരാനോ ആർക്ക് മാത്രമേ കഴിയുള്ളൂ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനെ കഴിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമ്മളോട് കാൽക്കുലേറ്റ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലെ? ഈസ്റ്റ് വെസ്റ്റ് ഇങ്ങനെ തന്നാൽ നിങ്ങൾ അല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഇങ്ങനെ തന്നാല് റിസൾട്ടന്റ് ഫോഴ്സ് കാണാന് നിങ്ങൾ ചെയ്യേണ്ട പരിപാടി എന്താ? വലുത് ചെറുത് കൊടുക്കുക, എന്നിട്ട് വലുതിന്റെ സ്ഥാനത്ത്. ഓക്കെ, ഇനി ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? രണ്ടാളും പിടിച്ച് ആഡ് ചെയ്യുക. സോ ഇറ്റ് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ്. ഓക്കെ, ഓക്കെ ആണല്ലോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വലുത് ചെറുത് കൊടുക്കുക. ഇനി സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ രണ്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് 100 Newton ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ആൻ ഒബ്ജക്ട് ഇൻ ദ ഈസ്റ്റ് ഡയറക്ഷൻ? അല്ലെ, ഈസ്റ്റിലോട്ട് 100 ന്യൂട്ടണും വെസ്റ്റിലോട്ട് 150 ആണെങ്കിൽ റിസൾട്ടന്റ് ഫോഴ്സ് എത്ര ആയിരിക്കും? 150 ന്യൂട്ടൺ ടുവേർഡ്സ് വെസ്റ്റ്. 150 ന്യൂട്ടൺ ടുവേർഡ്സ് വെസ്റ്റ്. ഓക്കെ, ഇവിടെ വേണമെങ്കിൽ എഴുതി വെക്കാം. സോ റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? 150 മൈനസ് 100, ഇറ്റ് വിൽ ബി 50 ന്യൂട്ടൺ. എങ്ങോട്ടായിരിക്കും ബോഡി മൂവ് ചെയ്യുക? ടുവേർഡ്സ് വെസ്റ്റ്. കാരണം വെസ്റ്റിലോട്ടാണ് കൂടുതൽ ഫോഴ്സ് കൊടുക്കുന്നത് കേട്ടോ. റിസൾട്ടന്റ് ഫോഴ്സ് 50 എന്ന് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ,
അഗെയിൻ ഗലീലിയോസ് ഒബ്സർവേഷൻ. ഗലീലിയോന്റെ എക്സ്പെരിമെന്റ് നമ്മുടെ ബുക്കിലുണ്ടോ എന്ന് ജസ്റ്റ് റീഡ് ചെയ്ത് നോക്കണേ. അതിന് സമ്മറൈസ് ചെയ്തതാണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താണ് ഗലീലിയോ പറഞ്ഞത്? an unbalanced external force is to be applied in the opposite direction of motion of a body to bring it to rest. ഓക്കെ, അപ്പൊ മൂവ് ചെയ്തോണ്ടിരിക്കുന്ന ഒരു ബോഡിയെ റെസ്റ്റിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് കൊടുക്കണം. എവിടെ കൊടുക്കണം? ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി an unbalanced external force is not required to maintain uniform motion along a straight നേർരേഖയിൽ ചലിക്കണമെങ്കിൽ എന്തിന്റെ ആവശ്യമില്ല? അസന്തുലിത ബാഹ്യബലത്തിന് ആവശ്യമില്ല. അടുത്തതാണ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. വെരി 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 ഇമ്പോർട്ടൻറ്റ്. സ്റ്റേറ്റ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ പറയുന്നത്? എവരി ബോഡി വിൽ കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് state of rest or uniform motion in a straight line unless and until an unbalanced external force act on it. This is Newton's first law of motion. കാണാതെ പഠിക്കുക, വേറെ ഒരു നിവൃത്തിയില്ല. ഓക്കെയാണല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തു ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ റെസ്റ്റിലുള്ള വസ്തു റെസ്റ്റിൽ തന്നെ തുടരും. ഏതുവരെ? അസന്തുലിത ബാഹ്യബലം പ്രയോഗിക്കുന്നത് വരെ. അങ്ങനെയാണ് ഇതിനെ ബേസ് ചെയ്ത് നമുക്ക് പഠിക്കാനുള്ള ഒരു പുതിയ ടേമാണ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ എന്ന് പറഞ്ഞാല്? ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിന് ചലിച്ചുകൊണ്ടേയിരിക്കാനും റെസ്റ്റിലുള്ള ഒരാൾക്ക് റെസ്റ്റിൽ തന്നെ ഇരിക്കാനുള്ള ടെൻഡൻസിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇനേർഷ്യ. എന്താണ് ഇനേർഷ്യ? ഇനേർഷ്യ ഓഫ് എ ബോഡി ഇസ് ദ ടെൻഡൻസി ഓഫ് ദ ബോഡി ടു കണ്ടിന്യൂ ഇൻ ഇറ്റ്സ് സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ. അങ്ങനെയാണെങ്കിൽ രണ്ട് തരത്തിലുള്ള ഇനേർഷ്യ ഉണ്ട്. ഏതൊക്കെയാടാ? ഇനേർഷ്യ ഓഫ് റെസ്റ്റും ഇനേർഷ്യ ഓഫ് മോഷൻ. എന്താണ് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് എന്ന് പറഞ്ഞാല്? റെസ്റ്റിലുള്ള ഒരാൾക്ക് റെസ്റ്റിൽ തന്നെ തുടരാന്. ഫോർ എക്സാമ്പിൾ, നമ്മള് അല്ലെ നിർത്തിയിട്ടൊരു വെഹിക്കിളാണ്, നമ്മൾ അതിലിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് ഈ വെഹിക്കിൾ മുന്നോട്ടെടുത്ത് നമ്മൾ എങ്ങോട്ടാ പോവുക? മുന്നോട്ടാ പോവുക അതോ പിന്നോട്ടാ പോവുക? പറഞ്ഞേ, എങ്ങോട്ട് പോവുക? നമ്മൾ പിന്നോട്ടാണ് പോവുക. കാരണം നമ്മുടെ ബോഡി പറയുന്നത് അവിടെ തന്നെ ഇരുന്നോന്നാ പറയുന്നത് അല്ലേ? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. ഇനി അടുത്തൊരു എക്സ്പെരിമെന്റ്, ഒരു നമ്മുടെ ഫിഗർ കൊടുത്തു, ഒരു കോയിൻ അല്ലെ, ഒരു പേപ്പറിന്റെ മുകളിൽ കോയിൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഈ പേപ്പർ വലിക്കുന്ന സമയത്ത് ഈ കോയിൻ എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് പോവും, ആ ഒരു ജാറിലോട്ട് പോകും. കാരണം എന്താണ്? ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അടുത്തത് ഇനേർഷ്യ ഓഫ് മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബസ്സിന്റെ കേസ്, മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചാല് നമ്മൾ മുന്നോട്ടാണോ അതോ പിന്നോട്ടാണോ? എങ്ങോട്ടാണ്? മുന്നോട്ടാണ്. കാരണം എന്താണ്? നമ്മുടെ ബോഡി ടെൻഡൻസി മൂവ് ചെയ്യാനാണ്. ഓക്കെയാണല്ലോ. സോ ദാറ്റ് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ. ഇനി അപ്പൊ ഇവിടെ വാട്ട് ഈസ് ഇനേർഷ്യ ഓഫ് മോഷൻ അങ്ങനെയല്ല ചോദിക്കുക. ഇവിടെ നമ്മൾ ചോദിക്കുന്നത് കുറച്ച് എക്സാമ്പിൾ തരും, എന്നിട്ട് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ ഇനേർഷ്യ ഓഫ് മോഷൻ ആണോ എന്ന് ചോദിക്കും. ഓക്കെ, അപ്പോ കുറച്ച് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോ മാങ്ങക്കൊമ്പിലെ വിളിക്കുന്ന സമയത്ത് മാങ്ങ ഡിറ്റാച്ച് ചെയ്ത് താഴെ വീഴുന്നുണ്ട്. അത് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ മോഷൻ ആണോ? അപ്പൊ നമ്മളിവിടെ നോക്കേണ്ട കാര്യം, വീഴുന്നു എന്ന് കാണുമ്പോൾ നമുക്ക് ഇനേർഷ്യ ഓഫ് മോഷൻ എഴുതരുത്. അറ്റ് ദ ബിഗിനിങ് ഇത് എങ്ങനെയാണ് അല്ലെ? മാങ്ങ ആദ്യം റെസ്റ്റിലാണ്, പിന്നെ നമ്മൾ കുലുക്കാൻ തുടങ്ങുന്നത്. സോ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ ഇനേർഷ്യ ഓഫ് റെസ്റ്റ്. അടുത്തത്, എ പാർട്ടിസിപ്പന്റ് ഇസ് ലോങ് ജംപ് കോമ്പറ്റീഷൻ റൺ സം ഡിസ്റ്റൻസ് അല്ലെ? കുറച്ച് സമയം ഓടിയിട്ടാണ് എന്ത് ചെയ്യുക? ജമ്പ് ചെയ്യുക. സോ അതെന്തിനാണ്? ഇനേർഷ്യ ഓഫ് മോഷൻ ആണ്. ഇനേർഷ്യ ഓഫ് മോഷൻ. പിന്നെ എന്തുകൊണ്ടാണ് നമ്മളോട് ട്രാവലിംഗ് ഇൻ എ കാർ വിത്തൗട്ട് വിയറിംഗ് സീറ്റ് ബെൽറ്റ് ഈസ് ഡേഞ്ചറസ്? എന്തുകൊണ്ടാ? നമ്മുടെ പെട്ടെന്ന് ബ്രേക്ക് അടിക്കുന്ന സമയത്ത് നമ്മൾ മുന്നിലോട്ടാണ് മൂവ് ചെയ്യുന്നത് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ് മോഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് ആക്സിഡന്റ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് എന്ത് പറയുന്നത്? സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നത്. ആണെങ്കിൽ നാം ചോദിക്കട്ടെ, മാസും ഇനേർഷ്യയും തമ്മിൽ എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടോ? ഉണ്ട്. മാസ് കൂടിയ ആൾക്ക് ഇനേർഷ്യ കൂടും, മാസ് കുറഞ്ഞ ആൾക്ക് ഇനേർഷ്യയും കുറയും. ഓക്കെ, മാസ് കൂടിയ ആൾക്ക് ഇനേർഷ്യ കൂടും, മാസ് കുറഞ്ഞ ആൾക്ക് ഇനേർഷ്യ കുറയുകയും ചെയ്യും. ഓക്കെ ആണല്ലോ. ആർക്കാണോ മാസ് കൂടുതൽ അയാൾക്ക് ഇനേർഷ്യ കൂടുതലായിരിക്കും. അങ്ങനെയാണെങ്കിൽ വൈ ഷുഡ് people run in a zigzag manner to escape from an elephant attack? അല്ലെ? ആന വരുന്ന നേരത്ത് സിഗ്സാഗിൽ ഓടാൻ പറയും. അത് എന്തുകൊണ്ടാണെന്നറിയോ? ഇറ്റ് ഈസ് ഡ്യൂ ടു ഇനേർഷ്യ ഓഫ്
ആണോ? ആ, ഇനേർഷ്യ ആണ് അല്ലെ. അതായത് ആനയുടെ മാസ് കൂടുതലാണ്. മാസ് കൂടുമ്പോ ഇനേർഷ്യ കൂടും. ഓക്കെ, അപ്പൊ ആന നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നിൽക്കാനൊരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പെട്ടെന്ന് ഓടി രക്ഷപ്പെടാം. ഇതൊക്കെ നടന്നത് തന്നെ അല്ലേ. അടുത്തൊരു ടേം ആണ് മൊമെന്റം. എടാ, മൊമെന്റം എന്ന് പറഞ്ഞാല് ആർക്കാ ഈ മൊമെന്റം ഉണ്ടാവുക? മൂവ് ചെയ്യുന്ന ഒരു ബോഡിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ് എന്ത്? മൊമെന്റം. മൂവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എന്തുള്ളൂ? മൊമെന്റം ഉള്ളൂ. എല്ലാവർക്കും ഉണ്ടോ? ഇല്ല. മൂവ് ചെയ്യുന്ന ആൾക്ക് മാത്രമാണ് മൊമെന്റം. അങ്ങനെയാണെങ്കിൽ എന്ത് ഈ മൊമെന്റം എന്ന് പറഞ്ഞാല്? മൊമെന്റം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോഡക്റ്റ് ഓഫ് മാസ് ആൻഡ് വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് എന്ത്? മൊമെന്റം. മൊമെന്റം പി. മൊമെന്റത്തിന് നമ്മൾ സിമ്പിൾ ഏതാണ്? പി ആണ്. ഓക്കെ, so momentum P equal to mass into velocity. Mass into velocity. Okay. അങ്ങനെയാണെങ്കിൽ മൊമെന്റം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സുകൾ ഏതൊക്കെയാണ്? മാസ്, വെലോസിറ്റി. മാസ്, വെലോസിറ്റി. ഓക്കെ. So momentum of a body is the product of mass into velocity, or we can simply say P equal to mv. ഇനി മൊമെന്റം എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താടാ? മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം. വെലോസിറ്റി യൂണിറ്റ്, സോറി, വെലോസിറ്റി യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. മീറ്റർ പെർ സെക്കൻഡ്. സോ യൂണിറ്റ് ഓഫ് മൊമെന്റം കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ത്? യൂണിറ്റ് ഓഫ് മൊമെന്റം. ഓക്കെ, ഓക്കെ ആണല്ലോ. ക്ലിയർ ആണല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് എന്ത്? ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മൊമെന്റം ഓഫ് എ ബോഡി ഓഫ് മാസ് 200 കിലോഗ്രാം മൂവിംഗ് വിത്ത് വെലോസിറ്റി ഓഫ് 16 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാല്യൂ കൊടുത്തേ, എന്നിട്ട് ആൻസർ കണ്ടുപിടിച്ചോളൂ. എന്താണ്? മൊമെന്റം പി ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി. മാസ് തന്നിട്ടുണ്ട് എത്രയാണ്? 200 കിലോഗ്രാം. വെലോസിറ്റി 16 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അപ്പൊ എത്രയാ കിട്ടുക? 2 × 16 32 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അടുത്തതാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. എന്താണ് ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാല്? ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം ആണ് എന്ത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം കാണാൻ പറഞ്ഞാൽ, അക്ക വ്യത്യാസ നിരക്ക് കാണാൻ പറഞ്ഞാൽ എന്താണ്? അക്ക വ്യത്യാസം ബൈ സമയം. അക്ക വ്യത്യാസം ബൈ സമയം. ഇനി എങ്ങനെയാണ് ചേഞ്ച് ഇൻ മൊമെന്റം കാണുക? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം. ഓക്കെ, സോ ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ കാണാൻ എങ്ങനെയാണ്? ഫൈനൽ മൊമെന്റം മൈനസ് ഇനീഷ്യൽ മൊമെന്റം whole divided by time. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന്റെ യൂണിറ്റ് എന്താ മക്കളെ? എന്താണ്? നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെന്റം എന്താ യൂണിറ്റ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഒരു സെക്കൻഡ് കൂടെ ഉണ്ട് അല്ലേ. അപ്പൊ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. മൊമെന്റത്തിന്റെ യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എത്രയാടാ? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആണല്ലോ. അടുത്തതാണ് ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. എന്താ പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്തിന് പ്രൊപ്പോർഷണൽ ആടാ? അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഓഫ് എ ബോഡി ഈസ് directly proportional to unbalanced force acting on the body. Okay ആണല്ലോ. So change in momentum എന്തിന് ഈക്വൽ ആണ്? F-ന് ഈക്വൽ ആണ്. So the change of momentum take place in the direction of the resultant force. Okay, അപ്പൊ സ്റ്റേറ്റ്മെന്റ് പഠിച്ചു വെക്കുക. From the Newton's second law, F equal to ma. Okay ആണല്ലോ. ചേഞ്ച് ഇൻ മൊമെന്റം എന്തിന് ഈക്വൽ ആണ്? Rate of change of momentum. Rate of change of momentum is directly proportional to
അൺബാലൻസ്ഡ് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ ബോഡി. ഓക്കെ ആണല്ലോ. സോ ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ F equal to ma. F equal to ma. അടുത്ത രണ്ട് ടേം ആണ് ഇമ്പൾസീവ് ഫോഴ്സും ഇമ്പൾസോ ഫോഴ്സും. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഓക്കെ, ബോളൊക്കെ വന്ന് ഹിറ്റ് ചെയ്യുക. ഓക്കെ, ബോളൊക്കെ വന്ന് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വലിയ ഫോഴ്സ് ആണ്, ഇനി ഷോർട്ട് ടൈം. ഓക്കെ ആണല്ലോ. നമ്മൾ അതിനെ പറയുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാല് എന്താണ്? പറഞ്ഞോ, റീഡ് ചെയ്തോളൂ. എന്താണ് ഇമ്പൾസീവ് ഫോഴ്സ്? ഇമ്പൾസീവ് ഫോഴ്സ് ഇസ് ദ വെരി ലാർജ് ഫോഴ്സ് അപ്ലൈഡ് ഫോർ എ വെരി ഷോർട്ട് ഇന്റർവൽ ഓഫ് ടൈം. ഇനി എന്താണ് ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്ന് പറഞ്ഞാല്? ഫോഴ്സ് ഇൻറ്റു ടൈം. ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്ത്? ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ഫോഴ്സ് ഇൻറ്റു ടൈം, ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ഓക്കെ, ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടണ്, ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ്, ന്യൂട്ടൺ സെക്കൻഡ്. ഇമ്പൾസ് ഓഫ് ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്. ഓക്കെ, ഇങ്ങനെയും വരാം. എഫ് നമുക്ക് കിലോഗ്രാം, എന്താ പറയാ, എഫ് ഇക്വൽ ടു എം എ അല്ലെ. സോ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്, പിന്നെ ഈ ഒരു സെക്കൻഡും കൂടെ. അപ്പോ നമുക്ക് എന്ത് പറയാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നും കൂടെ വരാം. ഓക്കെ ആണല്ലോ. സോ ഇമ്പൾസീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം. ഇമ്പൾസ് ഓഫ് ഫോഴ്സ്, ഫോഴ്സ് ഇൻറ്റു ടൈം ആണ് എന്ത്? ഇമ്പൾസ് ഓഫ് ഫോഴ്സ്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അടുത്തതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാല്? ഇമ്പൾസ് ഓഫ് ഫോഴ്സ് അല്ലെ, ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റം. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റം. ദിസ് ഈസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ എന്താണ്? ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. ചേഞ്ച് ഇൻ ഇമ്പൾസ് ഓഫ് ഫോഴ്സ് എന്തിന് ഈക്വൽ ആണ്? ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ദിസ് ഈസ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഓക്കെ, അതുമായി ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അല്ലെ, ഇമ്പൾസ് ഓഫ് ഫോഴ്സുമായി ബന്ധപ്പെട്ട്. ഓക്കെ, സോ ക്രിക്കറ്റ് പ്ലേയേഴ്സ് മൂവ് ദെയർ ഹാൻഡ് ബാക്ക്വേർഡ് അല്ലെ, പന്ത് വരുന്ന സമയത്ത് ബാക്ക്വേർഡ്. അതെന്തിനാണ്? ടൈം കൂട്ടാനാണ്. സോ ടൈം കൂട്ടുമ്പോൾ അവിടെയുള്ള ഇമ്പാക്ട് കുറയും. ടൈം കൂട്ടുമ്പോൾ ഇറ്റ് ക്യാൻ റെഡ്യൂസ് ദ ഫോഴ്സ് ഓൺ ദെയർ ഹാൻഡ്. നമുക്കറിയുന്ന കാര്യമാണ് എഫ് ഈക്വൽ ടു ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഐ ഈക്വൽ ടു എഫ് ഇൻറ്റു ടി അല്ലെ. അപ്പൊ ടി കൂട്ടുമ്പോൾ എഫ് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? അവിടെ കുറയും. ഓക്കെ ആണല്ലോ. അടുത്തത്, ഇൻ ദ ഗെയിം ഓഫ് ഫുട്ബോൾ വൈൽ ദ ഗോൾ കീപ്പർ ക്യാച്ചസ് ദ ബോൾ കമ്മിങ് ഇൻ ടു ദ ഗോൾ പോസ്റ്റ് ഹി മൂവ് ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ്. എന്താണ് അവിടെ? ഇമ്പാക്ട് കുറക്കുക, ടൈം കൂട്ടുക കേട്ടോ. പിന്നെ ഫോംവേർഡ് ഈസ് പ്ലേസ്ഡ് ഇൻ എ പോൾ വോൾട്ട് പിറ്റ് അല്ലെ. ഫോംവേർഡ് ഉപയോഗിക്കാറ് എന്തിനാ? ഇമ്പാക്ട്, ടൈം കൂട്ടുക, ഇമ്പാക്ട് കുറക്കുക, റെഡ്യൂസ് ഇൻഷുറൻസ്. അടുത്തത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം. എന്താണ്? തേർഡ് ലോ ഓഫ് മോഷൻ. എന്താണ്? ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അല്ലെ. ഏതൊരു ആക്ഷത്തിനും തുല്യം വിപരീതമായ എതിർ ബലമുണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഫോർ എവറി ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ദിസ് ഈസ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ, ഇനി നമ്മളൊരു ബോട്ട് തുഴയുന്ന സമയത്ത് അല്ലെ, നമ്മൾ തുഴയുന്നത് താഴോട്ടാണ്. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എങ്ങോട്ടാണ്? ഈ വാട്ടറിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നു. അപ്പൊ ആ വാട്ടർ നമ്മുടെ ബോട്ടിന് മുകളിൽ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. അങ്ങനെയാണ് മക്കളെ നമ്മുടെ ബോട്ട് എന്ത് ചെയ്യുന്നത്? മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, വൈൽ റോവിങ് എ ബോട്ട് ദ വാട്ടർ ഈസ് പുഷ്ഡ് ബാക്ക്. എന്തുകൊണ്ടാ? ബട്ട് ദ ബോട്ട് മൂവ് ഫോർവേഡ് അല്ലെ. അപ്പൊ നമ്മൾ ആ ഒരു പങ്കായം കൊണ്ട് നമ്മൾ വെള്ളത്തിൽ നമ്മളൊരു ഫോഴ്സിനെ താഴോട്ട് കൊടുക്കുന്നു. അപ്പൊ വെള്ളം അതിന് ഈക്വൽ ആയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഫോഴ്സ് നമ്മള് ബോട്ടിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ റീസൺ എന്താണ്? ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ. ഓക്കെ ആണല്ലോ. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഒരു ബോഡി ഓഫ് മാസ് 5 കിലോഗ്രാം ട്രാവലിംഗ് വിത്ത് എ വെലോസിറ്റി 144 കിലോമീറ്റർ comes to rest in 4 seconds. Calculate initial momentum, change in momentum, final momentum, rate of change of momentum. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മുടെ പണി എന്താടാ? തന്നത് എന്തൊക്കെയാണോ എഴുതി വെക്കുക. ഓക്കെ, സോ എന്തൊക്കെ തന്നിട്ടുണ്ട്? മാസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 5 കിലോഗ്രാം. മാസ് എത്രയാണ്?
5 കിലോഗ്രാം. ഓക്കെ ആണല്ലോ. പിന്നെ എന്ത് തന്നിട്ടുണ്ടാ? ഇനീഷ്യൽ വെലോസിറ്റി യു. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണ്? 144 km/h. ഇനി എന്ത് ചെയ്തിട്ടുണ്ട് ശ്രദ്ധിച്ചു നോക്കി. കംസ് ടു റെസ്റ്റ് എന്നാണ്. അതായത് ഫൈനൽ വെലോസിറ്റി എത്രയാണ്? 0. പിന്നെ ടൈം എത്രയാടാ? 4 സെക്കൻഡ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇനീഷ്യൽ മൊമെന്റം. ഓക്കെ, സോ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം? പി ഇനീഷ്യൽ. ഇനീഷ്യൽ മൊമെന്റം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? മാസ് ഇൻറ്റു ഇനീഷ്യൽ വെലോസിറ്റി. എത്രയാണ് ഇനീഷ്യൽ വെലോസിറ്റി? 5 ഇൻറ്റു മാസ് 5 കിലോഗ്രാം ഇൻറ്റു 144 km/h. ഓക്കെ, സോ ഈ km/h നമുക്ക് എന്ത് ചെയ്യണം? മീറ്റർ/സെക്കൻഡിലോട്ട് മാറ്റണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇൻറ്റു 5/18. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 144നെയും 18 നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, സോ ഹൗ മെനി 18s in 144? 8. ഓക്കെ, എത്ര ഉണ്ട്? 8. ഓക്കെ ആണല്ലോ. സോ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ഇനീഷ്യൽ മൊമെന്റ് എന്ന് പറയുന്നത്, ഒരു സെക്കൻഡ്, സോ 8 into 5 40. ഓക്കെ, 40 into 5 എത്രയാണ്? 4 into 5. സോ 200 യൂണിറ്റ് എന്താണ്? കിലോഗ്രാം മീറ്റർ/സെക്കൻഡ് എന്ന് കിട്ടും. ദിസ് ഈസ് ഇനീഷ്യൽ മൊമെന്റ്. ഇനി പി മൊമെന്റം ഫൈനൽ. മൊമെന്റം ഫൈനൽ എന്താണ്? എം വി. വി എത്രയാണ്? 0. സോ ഫൈനൽ മൊമെന്റം 0. അടുത്തത് എന്താടാ? ചേഞ്ച് ഇൻ മൊമെന്റം. അല്ലെ, ചേഞ്ച് ഇൻ മൊമെന്റം നമ്മൾ എങ്ങനെ കാണുക? ഫൈനൽ മൊമെന്റം ഇനീഷ്യൽ, ഫൈനൽ, ദെൻ അടുത്തത് ചേഞ്ച് കാണാൻ. അല്ലേ, ചേഞ്ച് നമ്മൾ എങ്ങനെയാ കാണുക? ചേഞ്ച് ഈക്വൽ ടു പി ഫൈനൽ മൈനസ് പി ഇനീഷ്യൽ. മൈനസ് 100 kg/s. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്തത് എന്താടാ? റേറ്റ് കാണണം. അല്ലേ, റേറ്റ് എങ്ങനെയാ കാണുക? ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ക്വസ്റ്റ്യൻ റേറ്റ് കാണാനാണ്. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. ചേഞ്ച് ഇൻ മൊമെന്റം ബൈ ടൈം. അതായത് ചേഞ്ച് ഇൻ മൊമെന്റ് എത്രയാടാ? -200 kg/s ഡിവൈഡഡ് ബൈ 4. നമുക്ക് എന്ത് കിട്ടും? -50 kg/s² എന്ന് കിട്ടും. ഓക്കെ, ഓരോ ഇക്വേഷനും എഴുതുക, നോക്കുക, പഠിക്കുക. ഓക്കെ ആണല്ലോ. ഷുവർ ആണ്, എന്തായാലും എഴുതി പഠിക്കണം. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടാ. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, റെസ്റ്റിൽ വന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വെലോസിറ്റി നമ്മൾ എന്താക്കി എടുക്കണടാ? നമ്മള് വെലോസിറ്റി നമ്മൾ നോക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ. അതേപോലെ നമ്മൾ ഇനേർഷ്യ നോക്കുമ്പോൾ നമ്മൾ ഇനേർഷ്യ വരുന്നത് എങ്ങനെയാണ്? ഇനേർഷ്യ വരുന്നത് ഒബ്ജക്റ്റ് ഇനീഷ്യലി എങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് നമ്മൾ ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണോ മോഷൻ ആണോ എന്ന് കൊടുക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്.
ടു ക്ലീൻ എ കാർപ്പറ്റ് വി ഹോൾഡ് ഇറ്റ് അപ്പ് ആൻഡ് ഹിറ്റ് വിത്ത് സ്റ്റിക്ക് ഡസ്റ്റ് ഫാൾ ഓഫ് ഗിയോറീസ് അല്ലെ. അപ്പൊ നമ്മൾ ബ്ലാങ്കറ്റ് ക്ലീൻ ചെയ്യുന്ന സമയം നമ്മൾ ഇങ്ങനെ കാർപ്പറ്റ് പൊക്കി പിടിക്കുന്നത് നമ്മളൊരു പടിയോണ്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്ന സമയത്ത് പൊടിയൊക്കെ ചാടും. കാരണം എന്താണ്, ആ പൊടിക്ക് ഇനേർഷ്യ ഓഫ് റെസ്റ്റ് ആണ് അല്ലെ. നമ്മൾ ഹിറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ്, നമ്മൾ കാർപ്പറ്റ് മൂവ് സഡൻലി. സോ ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ടെൻഡ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ഡ്യൂ ടു ഇനേർഷ്യ. സോ ദേ സെപ്പറേറ്റ് ഫ്രം ദ കാർപ്പറ്റ് ആൻഡ് ഫോൾ ഡൗൺ. ഓക്കെ, നമ്മളൊരു കാർപ്പറ്റ് ഹിറ്റ് ചെയ്യുന്ന സ്റ്റിക്ക് കൊണ്ട് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് കാർപ്പറ്റ് മൂവ് സഡൻലി, ദ ഡസ്റ്റ് പാർട്ടിക്കിൾ ടെൻഡ് ടു റിമെയിൻ അറ്റ് റെസ്റ്റ് ഡ്യൂ ടു ഇനേർഷ്യ. സോ ദേ സെപ്പറേറ്റ് ഫ്രം ദ കാർപ്പറ്റ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, ഡൗട്ട് ഉണ്ടോ? അപ്പൊ എന്തൊക്കെയാണ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത്? ആദ്യം നമ്മള് എന്താണ് റിസൾട്ടന്റ് ഫോഴ്സ്? റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി. പിന്നെ ബാലൻസ്ഡ് ഫോഴ്സ്. ഒരു ബാലൻസ്ഡ് ഫോഴ്സിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന ഒരാളെ റെസ്റ്റിലാക്കാനോ കഴിയൂല. ആർക്ക് മാത്രമേ പറ്റുള്ളൂടാ? ഒരു അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. ഓക്കെ, അൺബാലൻസ്ഡ് എക്സ്റ്റേണൽ ഫോഴ്സിനെ ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ മൂവ് ചെയ്ത ഒരാളെ റെസ്റ്റിലേക്ക് ആക്കാനൊക്കെ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നോക്കിയത് ഗലീലിയോസ് ഒബ്സർവേഷൻ, ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ, ഇനേർഷ്യ ഓഫ് റെസ്റ്റ്, ഇനേർഷ്യ ഓഫ് മോഷന്, പിന്നെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ, പിന്നെ മൊമെന്റം നോക്കിയിട്ടുണ്ടായിരുന്നു, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം യൂണിറ്റ് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. തേർഡ് ലോ ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിള്. ഓക്കെ ആണല്ലോ. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, സോ ക്യാൻ വി വൈൻഡ് അപ്പ് നൗ? താങ്ക് യു.